ഞാൻ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ അത് 1 കിലോ ഉരുളൻകിഴങ്ങുണ്ട്. നമുക്കത് ഉപ്പിട്ട് വേവിക്കാം ആദ്യം തന്നെ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോള വഴറ്റാനുള്ളതാണ്. സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു 6-7 വെളുത്തുള്ളിയാണ്, വേപ്പില, അങ്ങനെ ആവശ്യമുള്ളത്. പിന്നെ മല്ലിയില എടുത്ത് വെച്ചിട്ട്, പിന്നെ ഇവിടെ ഇതിനാവശ്യമുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ കടുക്, ജീരകം, അത് രണ്ടും താളിക്കാനുള്ളതിലേക്ക്. പിന്നെ അതിലേക്ക് മുളക് പൊടി 3/4 സ്പൂണ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഒരു 1/4-നേക്കാളും കൂടുതൽ, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതിന് എടുത്തിട്ടുള്ളത്. കുറേ മസാലകളൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് അത് കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടി വരും, നമുക്ക് ജീരകം ഇടാം. പിന്നെ അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ടുണ്ട്, നന്നായി വഴന്ന് വരട്ടെ. ഞാൻ ഉരുളൻകിഴങ്ങിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പം അതുകൊണ്ട് ഉപ്പിനിപ്പോൾ ഇതിലിടുമ്പോൾ നോക്കിയിട്ടിടാനേ പറ്റില്ല, അതിന് ഇല്ല. ഉപ്പിട്ടാൽ ഒന്നുകൂടി എളുപ്പത്തിൽ ഇത് വഴഞ്ഞു വെക്കും. പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ല, ഞാൻ ഉരുളൻകിഴങ്ങിൽ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇനി അടുത്ത് ചെയ്യാൻ പറ്റില്ല. ഇത് വഴന്ന് വരട്ടെ, ഇളക്കി കൊടുക്കാം. സബോള ഒരു വിധം വഴഞ്ഞു വന്നിട്ടുണ്ട്, വല്ലാണ്ട് മുരിയണ്ട. കാരണം നമുക്ക് വെളുത്തുള്ളിയൊക്കെ അതിലിട്ടിട്ട് ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഒന്ന് ഇത് അതിൻ്റെ പച്ചമണം പോകുമ്പോൾ ഇതൊന്നും കൂടി അതിലിടുന്ന് വലിയാനുള്ളതാണ്. അപ്പം നമുക്കത് ഇടാം. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത് 3-4 ഇടാണ്. പച്ചമണം പോണവരെ വെക്കണം. അപ്പം അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂണ്, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇത് പച്ചമണം പോണ വരെ നടക്കാം. വളരെ എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടിയാണ് ഒക്കെ കഴിക്കാം. ഭക്ഷണത്തിനായാലും നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ചാള വറുത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഇതും അതും കൂടി ആകുമ്പോൾ ഏകദേശം അത് മതിയാവും. പിന്നെ അച്ചാറ് അതല്ല തൈരൊക്കെ വേണ്ടവർക്ക് എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉരുളൻകിഴങ്ങ് ഇടാൻ പോകും. അപ്പോൾ ഇതിൽ ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ടു.
അത് നന്നായി ഇതിലൊന്ന് തിളച്ച് ആ മുളകും അതിൻ്റെ പൊടികളൊക്കെ ഇതിൽ ഒന്ന് ചേരട്ടെ. ഉടയ്ക്കാൻ പറ്റുന്നത് നമുക്ക് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് അതിലേക്ക് ഒന്ന് പിടിക്കട്ടെ. ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ, ഞാനൊക്കെ ജോലിക്ക് പോകുന്ന കാലത്ത് ഇങ്ങനത്തെ ഓരോന്നാക്കി വെച്ചിട്ടൊക്കെ നമുക്ക് വലിയ കറികളൊന്നും ഉണ്ടാക്കി ഓടാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ആക്കി വയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ് താനും. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനും കൂടെ കഴിക്കാം. ഊണിന് പിന്നെ എന്തെങ്കിലും ഒന്നും ഒരു കുറവ് മതി. അല്ലെങ്കിൽ ചെറിയ ഉപ്പേരി ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ ഞാൻ ചാള വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ ചിലിക്ക് അത് മതി. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. വേഗത്തിലാവും ചെയ്യും, ടേസ്റ്റും ഉണ്ട്. ഇതിലേക്ക് ഞാൻ കുറുതായി വന്നിട്ട് ചാറൊക്കെ ഉണ്ട്. അങ്ങനെ കുറുതായി ചാറൊക്കെ നാളികേരം അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ നല്ല കുറുതായി ചാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിലേക്ക് 4 മല്ലിയില ഇട്ട് നമ്മുടെ ഇന്നത്തെ ഉരുളൻകിഴങ്ങ് മസാലക്കറി. ഉരുളൻകിഴങ്ങ് മസാലക്കറിയാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ വേറൊരു കറിയായിട്ട് വരാം. ഓക്കെ.